അതാണ് ബാബുസ് അബീബക്കർ വീടിൻ്റെ ഡോറ് കറക്റ്റ് അവിടെ അത് പള്ളിൻ്റെ ഉള്ളിൽ കാണിച്ചത് റസൂലുള്ളാഹിന്റെ അതേ കാലഘട്ടത്തിലുള്ള പള്ളി അവിടെയാണ് ഞാൻ നിങ്ങളോട് പോയിട്ട്, അതായത് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ പള്ളിൻ്റെ ഉള്ളിലേക്ക് വരും. ഇവിടുന്ന് കാണാൻ പള്ളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്ന സമയത്ത് പ്രത്യേക വസിയത്ത് പ്രകാരം മുത്തനബിതങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളം ശേഖരിച്ച കിണറാണിത്. മുത്തനബിതങ്ങൾ പലപ്പോഴായി ഈ കിണറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിണറാണ് ഈ കിണർ. അലി ബിൻ അബീ താലിബ് തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു വെള്ളം ഇവിടുന്ന് ശേഖരിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് വെള്ളം വിതരണം ചെയ്യുന്നു, ആളുകൾ ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. ഗവൺമെന്റ് ഒരുക്കിയ സംവിധാനമായിരുന്നു ആളുകൾ ബർക്കത്തിന് വേണ്ടി വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകാനുണ്ട്. മാഷാ അല്ലാഹ്. അവിടെയാണ് മസ്ജിദിൽ ആയിഷ, നമുക്ക് പോകുമ്പോൾ കാണാം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ടെന്റ് കെട്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് 300 ചില്ലാനം സ്വഹാബത്ത്, ആയിരക്കണക്കിന് ശത്രുക്കള് ആ സമയത്ത് വല്ലാതെ വിഷമിച്ചു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത്, അല്ലാഹുവേ ഈ ഒരു സംഘം, ഈ അൽ ഹിസാബെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിന്നെ ആരാധിക്കാൻ ഭൂമി ലോകത്ത് ഒരു പടപ്പും ഉണ്ടാവില്ല എന്ന് പറയുകയും ഉടനെ അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്തുനിന്ന് മലക്കുകൾ ഇറക്കിയ മലയാണ് ഈ മല. കണ്ട, ചെറിയൊരു മണല് വാരിയിട്ടതുപോലെ കണ്ട ആ ഭാഗം, അത് ഒരു ചെറിയൊരു അടയാളപ്പെടുത്തൽ നടത്തിയതാ. മലക്കുകൾ നേരെ ഇറങ്ങി വന്ന് ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് യുദ്ധത്തിന് മലക്കുകൾ വരുന്നത്. അപ്പോഴാണ് ശത്രുക്കൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ശത്രുക്കൾ മുസ്ലിം പക്ഷം വളരെ കുറവാണ്. പക്ഷേ എല്ലാവരും കൗത്തും ഉണ്ടായിപ്പോവാണ്, വെട്ടി നശിച്ചു പോവുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മുഹമ്മദിന്റെ എന്തോ ഒരു അപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത്, മുഹമ്മദ് യുദ്ധത്തിന്റെ സമയത്തും സിഹർ കാട്ടുന്നുണ്ട്. സംഗതി എന്താണ്? അള്ളാഹുവിന്റെ വലിയ സഹായം ഇറങ്ങിയത് ഈ മലമുകളിൽ മലക്കുകൾ ഇറങ്ങലോടുകൂടിയാണ്. അപ്പൊ മഹാന്മാരായ ബദർ ശുഹദാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് നടക്കുന്നത് ബദർ യുദ്ധത്തോടു കൂടിയാണ്. അപ്പൊ അന്ന് ഇതിന്റെ അടക്കമായിരുന്നു മറ്റുള്ള പല ഭാര്യമാരുടെയും വീടുകൾ ഉണ്ടായിരുന്നത്. ഇനി ഈ മിനാരത്തിന്റെ, ഈ പച്ച 600 കൊല്ലം പഴക്കമുള്ള മിനാരത്തിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ആരുടെ വീട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നു. അപ്പൊ മദീന പള്ളി വികസിപ്പിക്കുന്ന സമയത്ത്, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിക്കുന്ന സമയത്ത് വീടുകളൊക്കെ നീക്കാൻ തുടങ്ങി. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ വീടിന്റെ വാതിലും അടച്ചു കളയാം. അതായത് വീടെല്ലാം പള്ളിയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ആ വീടെല്ലാം വാതിലൊക്കെ അടച്ചു കളഞ്ഞേക്കൂ, സിദ്ദീഖ് തങ്ങളെ വീടിന്റെ വാതിൽ അടക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഡോറ് തുറന്നിട്ട് തന്നെ കിടക്കുക. ഖൗഖഅത്തു അബീബക്കർ എന്നതിനെ പറയാം. നമ്മള് പുരുഷന്മാർക്കല്ല അതിലൂടെ കയറാൻ പറ്റും, സ്ത്രീകൾക്കും കയറാൻ പറ്റും. പക്ഷെ നമുക്ക് രാത്രി നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ 1400 കൊല്ലായിട്ടും ഇപ്പോഴും തുറന്നു കിടക്കുന്ന ഡോറാണ് ഇത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ഭാഗം. അപ്പൊ അന്ന് തന്നെ സ്വഹാബത്തിന്റെ സംശയം, എന്താ സിദ്ദീഖ് തങ്ങളുടെ ഡോറിന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റുള്ള എല്ലാം അടച്ചു കളയാ എന്ന് പറയാനുള്ള കാരണം, മുത്തുനബി തങ്ങളും സിദ്ദീഖ് തങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ഓല് രണ്ടാളും ഹബീബും മഹബൂബുവാ എന്ന് മാത്രമല്ല, സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എല്ലാരും ഇസ്രാ മിഅ്റാജ്